അങ്ങനെ സ്ട്രെസ് എടുത്തവരൊക്കെ അങ്ങനെ വളരെ സ്ട്രെസ് എടുത്തവരൊക്കെ ഒരുപക്ഷെ പിന്നെ ഇന്ന് കുറച്ച് കുറച്ച് നിരാശപ്പെട്ടവരുണ്ട്. ചില ആളുകള് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ചോദ്യങ്ങളായിരുന്നില്ല എന്ന് അനുമാനിക്കുന്നുണ്ട്. നമുക്ക് ഒരു PSC പരീക്ഷയുടെയും ചോദ്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിരുന്നാലും ആഹ് 100 ചോദ്യങ്ങളില് ഒരു 5, 8 ചോദ്യങ്ങള് ഏയ് ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ആയി വന്നപ്പോഴേക്ക് കുറച്ച് എക്സാം ഹാളില് ഒരു സ്ട്രെസ്സായ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. കാരണം നമ്മൾ അറിയുന്നത് വളരെ നീണ്ട ഒരുപാട് വേക്കൻസി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു നീണ്ട ലിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ രാവിലെയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 53 മുതൽ 58 വരെ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിരുന്നു. ഇപ്പൊ ചില ആളുകളൊക്കെ സംസാരിക്കുന്നു 50ന്റെ താഴെ ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ നമുക്കറിയില്ല. നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ ഇനി മുന്നോട്ട് പോകാനുണ്ട്. കാരണം നാളെ മിക്കവാറും PSC വെബ്സൈറ്റിൽ പ്രൊവിഷണൽ കീ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം 1 വീക്കോ 5 ഡേയ്സോ എങ്ങാണ്ട് നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാനുണ്ട്. വിത്ത് റെഫറൻസ്, പ്രോപ്പർ റെഫറൻസ് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ മിക്കവാറും ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചലഞ്ചബിൾ ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഫൈനൽ ആൻസർ കീ വരും. ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മള് പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയാണെങ്കിൽ ലിസ്റ്റിന്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ കുറെ റിട്ടയർമെന്റ് ഒക്കെ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോ അത് കഴിഞ്ഞ ശേഷം വെയിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. അപ്പൊ ALSനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളെ ഇന്റർവ്യൂ പ്രോസസ്സിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സപ്പോർട്ടും ALSന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഉദ്യമം അവസാനിക്കുന്നില്ല. റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് ഒക്കെ നടത്തി പരമാവധി അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് എടുക്കുക എന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്വം നമ്മളെല്ലാവരും കൂടെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒരു പ്രോസസ്സിന്റെ ഒരു PSC നിയമനം നടക്കുന്നതിന്റെ ആദ്യഘട്ടം മാത്രമേ നമ്മൾ പാസ്സായിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ ALSന്റെ കൂടെ ഇനിയും ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്യാൻ ALSന് ഇനിയും ഉണ്ട്. നമുക്ക് കൂട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ഒരു തുടക്കം മാത്രമാണിത്. അപ്പോ ആദ്യമേ പറയാനുള്ളത് പരീക്ഷ കുറച്ച് ടഫ് ആയിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു സെക്കൻഡേ. സാധാരണ പറയാറുണ്ട് പരീക്ഷ എളുപ്പമാകുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പൊ കുറച്ച് പ്രയാസമാകുവാണെങ്കിൽ സത്യത്തില് നന്നായിട്ട് പഠിച്ച കുറച്ചെങ്കിലുമൊക്കെ പരിശ്രമം നടത്തിയ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടാറാണ് പതിവ് എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം. എന്തായാലും ALSന്റെ കൂടെയുള്ള യാത്രയിൽ ആദ്യം മുതൽ ഈ അവസാനം വരെ ഉണ്ടായിരുന്ന ഏകദേശം വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു 160, 170 പിള്ളേരുണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന 160 ടു 180 കുട്ടികള്. അപ്പോൾ കുറെ പേര് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 70+ സ്കോർ അപ്രോക്സിമേറ്റ് പല അക്കാഡമീസ് ഒക്കെ അവരുടെ ഒരു 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 ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ അവര് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അവർക്ക് അവരുടെ റഫറൻസ് ഒക്കെ വെച്ച് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 70+ മാർക്ക് സ്കോർ ചെയ്ത് ഏകദേശം 33, 34 കുട്ടികളുടെ പേഴ്സണൽ ഡാറ്റ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് LS സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ആ 33 പേര് എന്തായാലും സർവീസിൽ ഉണ്ടായിരിക്കുന്നതിൽ യാതൊരു സംശയം എനിക്കില്ല. ഇത് കേൾക്കുന്ന ആർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 70+ മാർക്ക് സ്കോർ ചെയ്ത ഒരു 32, 33 പേരാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. ബാക്കിയുള്ള കുട്ടികളുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ പലരും ഒരു കീ വരാത്തത് കൊണ്ട് കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ടുമില്ല. പിന്നെ 1, 2 ആരോടും ഇപ്പൊ നന്ദി പറയാന്ന് ഇല്ല. നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയാണ്. അപ്പൊ ഇതിന്റെ തുടക്കം മുതല് ഇന്നലെ ഈ പരീക്ഷ നടക്കുന്നത് വരെ ഇതുമായി സഹകരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അത് ടീച്ചേഴ്സ് ഉണ്ട്, ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തുള്ള DTP ഓപ്പറേറ്റർ ഉണ്ട്. എസ്പെഷ്യലി ഫാക്കൽറ്റീസ് ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് അവരുടെ തിരക്കിനിടയിൽ ഓരോരോ ചാപ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്ത് മെറ്റീരിയൽസ് ഉണ്ടാക്കി, ക്ലാസ് എടുത്ത് തന്ന്, സംശയങ്ങൾ ദൂരീകരിച്ച് തന്ന് കൂടെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്.
പിന്നെ മാരത്തോൺ സെഷനിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള പ്രദീപ് സാറുണ്ട്. സാറിന്റെ സെഷനൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് കയറിയെന്ന് കുട്ടികൾ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. കുറേ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചന്ദ്ര സാറ് തുടക്കം മുതൽ ഈ നിമിഷം വരെ കൂടെയുണ്ട്. ഇനിയും ഉണ്ട്. ഇവരൊക്കെ ഇനിയും കൂടെയുണ്ട്. അപ്പൊ ആരോടും ഇങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്തൊന്നും നന്ദി പറയുന്നില്ല. എല്ലാവരോടും ഉള്ള ഐഎൽഎസിന്റെ കടപ്പാട്, സ്നേഹം, നന്ദി, സ്നേഹം ഒക്കെ അറിയിക്കുകയാണ്. ഇനിയും അത് തുടർന്നും ഉണ്ടാവും. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ജെഎസ്ഒയുടെ ക്ലാസ്സുകൾ നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് ഈ ഐഎൽഎസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പിഎസ്സി കോച്ചിങ് നടത്തുന്ന സ്ഥാപനം മാത്രമല്ലല്ലോ ഇത്. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ വേറെയും കുറെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിന്റെയൊക്കെ എഫക്ട് കിട്ടാൻ പോവാണ്. നമുക്ക് കുറെ ഫ്യൂച്ചർ കുറെ പ്ലാനുകളുണ്ട്. അതിപ്പം എന്താ പറയാ, മൊഡ്യൂൾ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ നമ്മളൊരു പിന്നെ വർക്ക് ബെഞ്ച് ഡിസ്കഷൻ, അങ്ങനെ കുറെ സംഗതികൾ ഇന്നിപ്പോ ഞാനും ഷാജിയും ആരിഫും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രദീപ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചന്ദ്ര സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറെ പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ഒരു ഒരു അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസ് എന്ന് പറഞ്ഞ ഒരു പിഎസ്സി കോച്ചിങ് നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന അജണ്ട മാത്രമല്ല. അത് മാത്രമല്ല നമ്മുടെ അടിസ്ഥാന അജണ്ട. മൾട്ടി കമ്മ്യൂണിറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ക്രമേണ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഈ ബാച്ച് DME ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ, എന്താണ്, ബേസിക് ബാച്ചാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ തന്ന ആ പ്രചോദനമാണ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ എൽഎസിന്റെ എല്ലാവിധ ആ, തുടർന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ചന്ദ്ര സാറും പ്രദീപ് സാറും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ച മിക്ക ഫാക്കൽറ്റികളും, നിങ്ങളെ പഠിപ്പിച്ച മിക്ക ഫാക്കൽറ്റികളും, എല്ലാ ഫാക്കൽറ്റികളും, ഒന്ന് രണ്ട് പേര് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെല്ലാം ഇവിടെ കൂടെയുണ്ട്. അപ്പം നമുക്കൊരു 10-13 ഫാക്കൽറ്റീസും കൂടെ ഉണ്ട്. എല്ലാവരും നിങ്ങളുമായിട്ട് ഒന്ന് സംവദിക്കുമായിരിക്കും. പിന്നീട് നമുക്ക് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുക, അല്ലാണ്ട് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. പിന്നെ ഫർദർ എന്തൊക്കെയാണ് കാര്യം ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് ഒന്ന് കൂടി ആലോചിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരെയും എല്ലാവിധ സ്നേഹത്തോടു കൂടി, പ്രത്യേകിച്ചും എൻ്റെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ്, എല്ലാ കുട്ടികൾ, സപ്പോർട്ടിങ് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടെ എൽഎസിന്റെ ഡയറക്ടേഴ്സ് ആരിഫിനെയും ഷാജിയെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നേരെ നമ്മുടെ കോഴ്സ് ഡയറക്ടർ ചന്ദ്ര സാറ് 2 മിനിറ്റ് സംസാരിക്കുന്നത്. താങ്ക് യു ലത്തീഫ്. പിന്നെ ALS ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാർ, പിന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള ലത്തീഫ് സാർ, ഹാജി സാർ, ആരിഫ് സാർ, പിന്നെ എത്രയും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ALSൽ കുറേ നാളുകളായിട്ട് അത്യാധ്വാനം ചെയ്ത് വിദ്യാർത്ഥികളെ ആത്മാർത്ഥമായി പഠിപ്പിച്ച അധ്യാപകരെ, ഈ ALSന്റെ ആദ്യത്തെ ഒരു സംരംഭം, അതായത് PSC കോച്ചിങ് ക്ലാസ്സുകൾ, അതിപ്പോൾ കഴിഞ്ഞു. ക്ലാസ്സുകൾ കഴിഞ്ഞു. അത് കുട്ടിയുടെ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ എഴുതി എന്ന് അറിയാൻ കഴിഞ്ഞു. സന്തോഷമുണ്ട്. പക്ഷേ ALSന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ടോട്ടൽ ഒരു ലബോറട്ടറി കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തി, ഈ ലബോറട്ടറി അനുദിനം വളർന്നുകൊടുക്കുന്ന ലബോറട്ടറി മേഖലകളിലെ പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ജോലി തിരഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് സഹായം എത്തിച്ച് പല സ്ഥലങ്ങളിലും ജോലി എത്തിച്ചു കൊടുക്കുക, ജോലി ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകൾ, ഈ ലബോറട്ടറി മേഖലയിൽ ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഫാക്കൽറ്റീസിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ ക്ലാസ്സുകൾ നടത്തുക. അങ്ങനെ മെഡിക്കൽ ലബോറട്ടറി മേഖലയെ, അതിൻ്റെ വിജ്ഞാന മേഖലയെ, തൊഴിൽ മേഖലയെ ഒക്കെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ALSന്റെ ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു നയം. അതാണ്. അപ്പം അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരുപാട് പേര് ജോയിൻ ചെയ്ത് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു DME PSC കോച്ചിങ്ങിലേക്ക് നമ്മൾ വന്നത്. പിന്നെ DME കോച്ചിങ്ങിലേക്ക് വന്നപ്പോഴേക്ക് അതിനുവേണ്ടി ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ജോലികൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും നമ്മൾ ഇനിയും ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ
തീരുമാനിക്കുന്നതാണ്. എന്നാലും ആദ്യത്തെ നമ്മുടെ PSC കോച്ചിങ്ങിൽ എഫേർട്ട് എടുത്ത് എനിക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫേർട്ട് ഞാൻ കാണുകയാണ്. ശരിക്കും ഓരോരോ ഫാക്കൽറ്റികളും ആദ്യം ഇതിൻ്റെ ഡയറക്ടേഴ്സ്, ഈ ഡയറക്ടേഴ്സിൻ്റെ ഇതിന് പുറകെ തന്നെ ആ റംസാൻ മാസം മാത്രമേ കുറച്ച് പിന്നോട്ട് പോയിട്ടുള്ളൂ. അല്ലാതെയുള്ള ബാക്കി എല്ലാ സമയവും തുടക്കവും എല്ലാ സമയത്തും നിരന്തരം ഈ നിങ്ങളൊക്കെ ഓരോരോ വിദ്യാർത്ഥികളെയും എങ്ങനെയെങ്കിലും പരമാവധി പഠിപ്പിച്ച് പരമാവധി അവരെ കാര്യങ്ങളൊക്കെ, അതായത് കുറെ വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു വേണ്ടി കുറെ പ്രയത്നം ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ ലത്തീഫ് സാറ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് ആരിഫും ഷാജിയും ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ച് നീക്കിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഫാക്കൽറ്റിനെ പറ്റിയിട്ടാണ്. കാരണം ഫാക്കൽറ്റികൾ സാധാരണ വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ ക്ലാസ് എടുത്തവരൊന്നും അല്ല എല്ലാവരും. എല്ലാവരും ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് എല്ലാവരും ക്ലാസ് എടുത്തത്. തുടക്കത്തിൽ വളരെ ന്യൂനതകളൊക്കെ ഉള്ള ആൾക്കാർ, എനിക്കറിയാം പേഴ്സണലായിട്ട് തുടക്കത്തിൽ ഒരുപാട് ന്യൂനതകളൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് കുട്ടികളെ ശരിക്ക് പഠിപ്പിക്കുന്ന ഒരു രംഗം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. ഓരോരോ ആൾക്കാരെയും ക്ലാസ് പലരും നല്ല രീതിയിൽ ക്ലാസ് എടുക്ക് പഠിപ്പിച്ചു. ചില പോയിന്റ് ഒന്നും വിട്ടുപോയി കഴിഞ്ഞാൽ സങ്കടപ്പെടുന്ന സാറന്മാരൊക്കെയാണുള്ളത്. അത്രയ്ക്ക് വ്യക്തമായിട്ട് ഞാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം വൈശാഖിന്റെ ക്ലാസ്സൊക്കെ കേട്ടപ്പോഴും, അങ്ങനെ ജസ്നയുടെ ക്ലാസ്, വൈശാഖ് അങ്ങനെ പേർത്ത് പറയല്ല, ഓരോരോ ക്ലാസ്സൊക്കെ ഇടയ്ക്ക് കേട്ടപ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു മാരത്തോൺ സെഷനിൽ പ്രദീപ് സാർ കുറെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കയറിയിരുന്നു. അതിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരായാലും, രേഷ്മ ആയാലും, ജസ്ന ആയാലും, ഫാത്തിമ ആയാലും, പിന്നെ ദീപ ആയാലും, എല്ലാവരും, ഐശ്വര്യ ആയാലും മറ്റേ ഐശ്വര്യ ആയാലും, എല്ലാവരും ഒരുപാട് ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ വളരെ അഫ്ഷാനായാലും അതിരായാലും എല്ലാ ആൾക്കാരും, അതായത് അവരുടെ ക്ലാസ് എടുക്കുമ്പോൾ വെറും ക്ലാസ് എടുക്കുക അല്ല, അത് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ എല്ലാ ഫാക്കൽറ്റീസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസിനും കുറെ ഇമ്പ്രൂവ്മെന്റ് ഈ ക്ലാസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രസന്റേഷനിലും എല്ലാത്തിലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ALS എന്ന് പറഞ്ഞ സംരംഭം ഇതിൽ ഇവിടെ ഒതുക്കില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇതിന്റെ ഡയറക്ടേഴ്സിനോട് എനിക്ക് വിവിധ മേഖലയിൽ ടച്ച് ചെയ്തുകൊണ്ട് ALS മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹമാണുള്ളത്. പിന്നെ ഇന്നത്തെ പരീക്ഷയിൽ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുകയാണ്. ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആരും കാര്യമാക്കണ്ട. അതൊക്കെ മാർക്ക് വരുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും എല്ലാവർക്കും നല്ല മാർക്കുകൾ, നല്ല ഒരു ശതമാനം മാർക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് പ്രദീപ് സാറാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ്, നമ്മൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ്, ഞാൻ ആരെയും പേര് വിളിക്കുന്നില്ല, ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് സ്വയമേ മുന്നോട്ട് വന്ന് നിങ്ങളുടെ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 7 മാസത്തെ പരിശീലനം എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ യു ഫെൽറ്റ്, ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഫെൽറ്റ് ചെയ്തു, എന്താണെന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് എന്തും പറയാം. അപ്പോൾ വളരെ നമ്മൾ അത് കേൾക്കാൻ, അതിനുശേഷം പ്രദീപ് സാറ് സംസാരിക്കും. ഏതെങ്കിലും 1-2 കുട്ടികൾക്ക് ഒരു കമന്റ് പറയാം. അതുപോലെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ആശംസ അറിയിക്കാനും വേണ്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൊണ്ട് തീർക്കുകയും ചെയ്യും, വിഷമിക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് റിലാക്സ് ആവുക. നമ്മൾ 6-7 മാസം ഇങ്ങനെ ടെൻസ്ഡ് ആയിരുന്നില്ലേ. ഓക്കെ, ശരി. ആരാണ് വരുന്നത്? എനി സ്റ്റുഡന്റ്. ഞാൻ ആരും പേര് വിളിക്കുന്നില്ല. പേര് വിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരുപാട് പേര് എന്റെ പേരിൽ വരും. പിന്നെ വിളിച്ചില്ല എന്ന് പറയണ്ടല്ലോ. ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഒരു മിനിറ്റ്. ഹായ് സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർ, ഞാൻ പേരൊന്ന് ജിൻസി പറഞ്ഞു. ആയിരുന്നു. വെരി ജിൻസി. ഗുഡ്. എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം ഒരുപാട് ഹെൽപ്പായിരുന്നു ക്ലാസ് എല്ലാം. പിന്നെ ഒരു എക്സാം എന്താ വെച്ചാൽ ശരിക്കും പറയുമ്പോൾ സമയം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നാ തോന്നിയത്. കാരണം എല്ലാം ഇങ്ങനെ വായിച്ചെത്തി വരുമ്പോഴത്തേനും സമയം കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് അനലൈസ് ചെയ്ത് എഴുതാന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെയായിരുന്നു ഫീൽ വന്നത്. പിന്നെ ഞാൻ ഏകദേശം എനിക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 58-60 ആണ് എനിക്ക് തോന്നിയ എന്റെ മാർക്ക്. ഇനി ഫൈനൽ ആൻസർ കീ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട്. കാരണം ക്ലാസ് ഒക്കെ നല്ല ഹെൽപ്പായിരുന്നു. എല്ലാവരുടെ ക്ലാസ് നല്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ സർ.
താങ്ക് യു ജിൻസി, താങ്ക് യു ജിൻസി. 58-60 എന്ന് പറഞ്ഞാൽ നല്ല മാർക്കാട്ടോ. എന്തായാലും നിങ്ങൾ ആദ്യത്തെ പക്ഷെ എന്റെ എനിക്ക് നിരീക്ഷണത്തിൽ ഒരു 300 റാങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കും, ജിൻസി ഉണ്ടായിരിക്കും. പിന്നെ ഷുവർ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് സാർ. അങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പൊ സെക്കൻഡ് റൗണ്ടിലോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് നെഗറ്റീവ് മാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവായിരിക്കും തോന്നുന്നു എല്ലാവർക്കും. കാരണം നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ പോകുമ്പോഴാണല്ലോ നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ടായില്ല. അപ്പൊ നെഗറ്റീവ് മാർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കുറവായിരിക്കും തോന്നുന്നു. ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ, ഒറ്റാളും കൂടെ. പ്രദീപ് സാർ സംസാരിക്കുന്നതിന് മുമ്പ് ഒരാളും കൂടെ. ജിൻസി. ഹലോ സാർ. ഹലോ ഗോകുൽ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഗോകുൽ. സാർ, ഞാൻ ഗൂഗിളാണ്. എക്സാം കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുറേയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്കൊരു 50-60 മാർക്കിനകത്താണ് ഉള്ളത്. പിന്നെ കുറച്ച് മൈനസ് വന്നു. എന്നാലും ക്ലാസ്സിന് ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറിയത്. ജനുവരി ആയപ്പോഴാണ് ഞാൻ ക്ലാസ്സിന് കയറിയത്. പക്ഷേ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എല്ലാം നല്ല, എനിക്ക് മുമ്പ് എക്സാം എഴുതിയെക്കാട്ടിയും നന്നായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ക്ലാസ് കയറി ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഗ്രേറ്റ്, ഗ്രേറ്റ്. ഗോകുല് ഏത് വേർഷനാ കിട്ടിയത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ കിട്ടിയത്? എനിക്ക് എ കോഡാ കിട്ടിയത്. ഏ എ കോഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എ ആ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആദ്യത്തിലായിരുന്നോ അതോ രണ്ടാമത് 25 എനിക്ക് മുതൽ അങ്ങനെയാണോ എനിക്ക് തുടങ്ങിയത്? രണ്ടാമത്തെ പേജിലാണ് കിട്ടിയത്. ഓക്കെ, അഞ്ചാമത്തെ ഓക്കെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടി. അപ്പൊ അവിടെ കുറച്ച് സ്റ്റക്ക് ആയോ? അതെ സാർ, കുറച്ച് എനിക്കും സ്റ്റക്ക് അതെ. ആയി. പക്ഷെ എനിക്കും അതെ. വായിച്ചു നോക്കിയപ്പോ അത് നമുക്ക് ക്ലാസ്സിന് വന്ന നോട്ടൊക്കെ തന്നെ വന്നത്. പക്ഷെ കുറച്ച് വായിച്ച് അതിന് സമയം കളയേണ്ടി വന്നു. പക്ഷെ ഓപ്ഷൻസ് ഡൗട്ട് ആയിരുന്നു സാർ. ഓപ്ഷൻസ് ഡൗട്ട് ആയി പോയി. അതാ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പ്രദീപ് സാർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? പ്രദീപ് സാർ ലൈനിലുണ്ടോ? ഒന്ന് ഒരു 3-4 മിനിറ്റ് സാർ ഒന്ന് സംസാരിക്കും. സാർ ഇങ്ങോട്ട് കുട്ടികളെ കാണണം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വന്നാണ്. അപ്പൊ സാറിന് ഒന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സാറ് ഓക്കെ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. പ്രിയപ്പെട്ട ചന്ദ്രൻ സാറ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസായ അബ്ദുൽ ലത്തീഫ്, ഷാജി, ആരിഫ്, എൻ്റെ സീനിയറായ ഭാസ്കരേട്ടൻ, ബാക്കിയുള്ളവരെ, പ്രിയ ഫാക്കൽറ്റീസ്. ആക്ച്വലി ALSൻ്റെ ഒരു സംരംഭത്തോടൊപ്പം ഞാനൊന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് പോയെങ്കിലും ബാക്കിയുള്ള ക്ലാസ്സുകളിലോ എങ്ങനെയാണ് എന്നുള്ളത് ചന്ദ്രന്റെ ഒരു മുഖവിടെയും പിന്നെ ഇടയ്ക്ക് അബ്ദുൽ ലത്തീഫും ഷാജിയൊക്കെ ഒന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിനോടൊപ്പം നല്ലൊരു ടീം ഫാക്കൽറ്റീസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ആ കൺസെപ്റ്റ് പോകുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അതിനോടൊപ്പം ലാസ്റ്റ് ഒരു 4 days ഒക്കെ ഏറെ വൈകിയാണെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാനും എൻ്റെതായ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയറിങ് നിങ്ങൾക്ക് ചെയ്യാനും കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ആമുഖത്തിൽ ലത്തീഫ് പറഞ്ഞതുപോലെ നമ്മൾ ALS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിനിങ് മോഡ്യൂൾ മാത്രമാകാതെ MLT കമ്മ്യൂണിറ്റിയെ എങ്ങനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ കാണണം. ഞാൻ കുറച്ച് മുമ്പ് ആരിഫും ലത്തീഫൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ടീമുണ്ട്, ഒരു 160 to 180 ടെക്നോളജി പ്രൊഫഷണൽസ് ALSനോടൊപ്പം. അപ്പം അവരെ നമ്മുടെ ഡെഡിക്കേറ്റഡ് ഡയഗ്നോസിസിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയിൽ നിൽക്കുകയാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയമായിട്ട് തോന്നിയിട്ടുള്ളത് ടെക്നിക്കൽ വർക്കാണ്. ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം ടീച്ചറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനത് വേറൊരു മീനിങ്ങിൽ പറയുന്നതല്ല. ഞാൻ ടെക്നീഷ്യനായിട്ട് 3 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ, പാങ്ങപ്പാറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 1 year വർക്ക് ചെയ്തിട്ടുണ്ട്. വാക്സിൻ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസം, 6 to 1 year വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോപ്പത്തോള ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബയോകെമിസ്ട്രി ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർക്ക് ചെയ്യുന്നതിനോടുള്ള ഒരുപാട് നമുക്ക് നെഗറ്റീവ്സ് എന്നല്ല, നമ്മുടെ പരിമിതികളിൽ നിൽക്കുന്ന അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ അതിലോട്ട് പിരണ്ടാതെ കിടക്കാം. ഇന്നിപ്പോൾ ടെസ്റ്റ് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഓടിച്ചെന്ന് നോക്കിയതേ ഉള്ളൂ. ബയോകെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആ 40 ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ ഞാൻ സംസാരിച്ചതിൽ, ഞാൻ പ്രസൻറ്റേഷൻസിൽ
കുറച്ച് പോയിന്റ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഹിസ്റ്റോപത്തോളജി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി. ഹിസ്റ്റോപത്തോളജി സൈറ്റോളജി സാധാരണ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇത് ആക്ച്വലി ഇതൊരു PG ലെവലിലുള്ള ഞങ്ങളുടെ MSc MLT സ്ക്രീനിങ്ങിനോ അല്ലെങ്കിൽ MDMS PG സ്ക്രീനിങ്ങിനൊക്കെ പോകുന്ന ടൈപ്പിലുള്ള ഒരു മെഡിക്കൽ PG എൻട്രൻസിന്റെ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാര്യം അതിലുള്ള ഹിസ്റ്റോപത്തോളജിന്ന് സാധാരണ ഒരു MLT എക്സാമിനേഷൻസിന് ഇത്രയും ഒരു ക്വസ്റ്റ്യൻ സൈറ്റോളജിയിലും ഹിസ്റ്റോപത്തോളജിയിലും വരാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക എനിക്കും ഉണ്ട്. എത്രമാത്രം അത് കവർ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ആ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 20 ഒക്കെ തന്നെ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻസ്, ആൻസറിലും കൺഫ്യൂഷൻസ് വരത്തക്ക വിധത്തിലുണ്ട്. അതുപോലെ തന്നെ ദ ടേം വാക്സിൻ വാസ് കോയിൻഡ് ബൈ ആക്ച്വലി എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിൻ കണ്ടുപിടിച്ചത്. അതെനിക്ക് തോന്നുന്നു ലത്തീഫ് പിന്നെ പറയുമായിരിക്കും. പക്ഷെ ആ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നവര് വാക്സിനായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഹൂ കോയിൻഡ് ദ ടേം എന്നുള്ള രീതിയിൽ, ഡിസ്കവേർഡ് ദ ടേം എന്നുള്ള രീതിയിലുമാണ്. കോയിൻഡ് ദ ടേം ആണോ എനിക്ക് നോക്കണം, എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല. അത് ഞാൻ റെഫർ ചെയ്തില്ല. ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് മറിച്ച് നോക്കിയപ്പോൾ എഡ്വേർഡ് ജെന്നറാണ് എൻ്റെ മനസ്സിൽ വന്നതെന്നുള്ളതാണ്. ഒരു ആംബിക്വിറ്റീസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ എനിക്ക് ALSലുള്ള അല്ല, ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിച്ച എൻ്റെ സ്റ്റുഡൻസ് ആയ കുട്ടികൾ കുറച്ച് പേര് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് മറ്റ് എക്സാമിനേഷനായിരുന്നാലും ക്ലിനിക്കൽ സിനാരിയോയിൽ യൂസ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ പാകപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. തുടർന്ന് ALS ക്ലാസ്സുകൾ വിവിധ തരത്തിലുള്ള പോയിന്റ് വൈസ് സെമിനാറുകളായിരുന്നാലും ആസ് എ ഫാക്കൽറ്റി ഞാൻ തീർച്ചയായിട്ടും അതിന് സമയം കണ്ടെത്തി ഞാൻ വരാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് വിവിധ മേഖലകളിൽ പോകുമ്പം ബയോകെമിസ്ട്രി ഓട്ടോമേഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹെമറ്റോളജി ഓട്ടോമേഷൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മറ്റു ലാബുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കൊയാഗുലേഷൻ സ്റ്റഡീസായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന പിറ്റ്ഫോൾസുകളൊക്കെ നമുക്കൊരു പാനൽ ഡിസ്കഷനിലൂടെ സംസാരിക്കണമെന്ന രീതിയിൽ ഞാനൊരു ആരിഫിനോട് നേരത്തെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഫാക്കൽറ്റീസ് ആൻഡ് സ്റ്റുഡൻസ് അതിൽ അറ്റൻറ്റീവ് ആവുകയാണെങ്കിൽ അവർക്ക് അതൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ബൂസ്റ്റപ്പും കൂടെ കാണുക എന്നുള്ളതാണ് എനിക്ക് ALSന്റെ ടീം മെമ്പേഴ്സിനോട് പറയാനുള്ളത്. നിങ്ങളുടെ ദൗത്യം അത് ഒരു പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാത്ത വിധത്തിൽ ഒരു നോൺ സ്റ്റോപ്പ് വെഞ്ചറായിട്ട് MLT കമ്മ്യൂണിറ്റിയെ ഏത് രീതിയിൽ നമുക്ക് ഉയർത്താൻ കഴിയുമോ അവരുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടെ ചർച്ച ചെയ്യപ്പെടും. എഡ്യൂക്കേഷൻസ് പരമായിട്ട് മാത്രമല്ല, അവരുടെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഓരോ സബ്ജക്ട്സും നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഒരു പാനൽ ഡിസ്കഷൻസിൽ പോയിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നമുക്ക് കൊണ്ടുവരണം. അത് ഏത് ടോപ്പിക്കാണെന്നുള്ള റിലവൻറ്റ് ടോപ്പിക്ക് അത് ALSന് എൻ്റെ എക്സ്പേർട്ട് പാനലിന് ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ ഡിസിഷൻസിൽ പോവാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഓപ്ഷൻസ് അനുസരിച്ച് പോവാം. നമുക്ക് അതും കൂടെ വേണം. ഇന്നിപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുറേ പേർക്ക് ബയോകെമിസ്ട്രി എനിക്ക് തോന്നുന്നു 40-ലൊരു നല്ലൊരു ശതമാനം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും 70 to 80+ സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷകളെ നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തോന്നുന്നു. മൈനസ് മാർക്കുകൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും. ഈ വെഞ്ചറിനോടും ഇതിന് മുൻതൂക്കം കൊടുത്ത എൻ്റെ പ്രിയ 3 കൂട്ടുകാർക്കും അതിനോടൊപ്പം നിൽക്കുന്ന ഫാക്കൽറ്റീസിനും അതിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന പാറ്റേണായ ചന്ദ്രൻ സാറിനും ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനെയർ വരികയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ലത്തീഫ്. താങ്ക് യു സർ. ഇനി നമുക്ക് ഒരു സ്റ്റുഡന്റ് ഒന്ന് സംസാരിക്കാം. അതിനുശേഷം ഫാക്കൽറ്റീസ് ഓരോ മിനിറ്റ് സംസാരിക്കും. ഇത് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ റിവ്യൂവിന് ശേഷം വൈശാഖ് സാർ സംസാരിക്കുന്നതായിരിക്കും. അപ്പോ ഏത് സ്റ്റുഡന്റ് ആണ്, ആരാണ്, എന്തെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവും വേണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിനുശേഷമൊക്കെ നിങ്ങളുടെ മാർക്ക് നോക്കിയാൽ മതി. സമാധാനമായിട്ട് ഇരിക്കുവാണ് കുറച്ചു നേരം.
പിന്നെ ആർക്കെങ്കിലും 2 മിനിറ്റ് 2 വരി പാടണം എന്ന് തോന്നുകയാണെങ്കിൽ പാടുകയൊക്കെ ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ റിലാക്സിങ് ആണ്. പിന്നെ അപ്പൊ ആരാ സംസാരിക്കുന്നത്? സംസാരിക്കാം, പാട്ട് പാടാം, ഒന്നും കുഴപ്പമില്ല. 2 മിനിറ്റ് 2 വരി മൂളിയാലും കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ആഫ്റ്റർ 15 മിനിറ്റ്സ്. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത്? ആരെങ്കിലും സ്റ്റുഡന്റ്? പിന്നെ അതിനുശേഷം വൈശാഖ് സാർ സംസാരിക്കും. ഗുഡ് ഈവനിങ് സർ. ഞാൻ പേര് വിളിക്കുന്നില്ല. ആശ ലക്ഷ്മി ഉണ്ടല്ലോ, ആശ ഒന്ന് സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. അനഘ. ഓക്കെ, വെരി ഹലോ. ഗുഡ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ അനഘ പി രമേശ്. എന്നെ സംബന്ധിച്ചോളം ഏതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇന്നത്തെ എക്സാം ഞാൻ പ്രതീക്ഷിച്ച ലെവലൊന്നും ആയിരുന്നില്ല. എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ഒന്നല്ല ഞാൻ എക്സാം എഴുതിയതിൽ. ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷയൊക്കെ വെച്ച് പോയതായിരുന്നു. പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അത്ര ഒരു സന്തോഷവതിയല്ല. പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇത്രയും മാസത്തെ ക്ലാസ്സുകൾ കൊണ്ടിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടൊക്കെ പഠിക്കണോ ഈശ്വരാന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഫാക്കൽറ്റീസും നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ ടോപ്പിക്സും. പിന്നെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്ത് തരും. അവർക്ക് അറിയില്ലെങ്കിൽ അവരത് റെഫർ ചെയ്ത് നമ്മളോട് പിന്നെ അറിയിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ ALS. അതിന് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഡയറക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും, പിന്നെ പ്രദീപ് സാറിന്റെ ക്ലാസ് ഒക്കെ, ചന്ദ്രൻ സാർ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട്. ഇപ്പൊ ലാസ്റ്റ് ദിവസങ്ങളിൽ അവര് നമുക്ക് തന്ന ഓരോ മെസ്സേജുകളൊക്കെ നമ്മളെ കൂളാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ, മോട്ടിവേഷനൊക്കെ എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ഒന്നും നോക്കിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു. രാവിലെ അത്രയും പുലർച്ചെ നീറ്റ് എക്സാമിന് പോകണം. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഡേ ഡ്യൂട്ടി ഡേ ആയതുകൊണ്ട് അതിന്റെ സെൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയുള്ളൂ. അത് ആൻസർ കീ ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. കുറെ ഒരു ഫസ്റ്റ് റൗണ്ട് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യം നോക്കാനേ പോയില്ല. കാരണം വലിയ വലിയ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിച്ച് തീരില്ല, ഇഷ്ടം സമയം കിട്ടില്ല എന്ന് തോന്നിയോണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആൻസർ ചെയ്ത് പോയതിൽ ഏകദേശം ഒരു 50ന്റെ അടുത്ത് റേഞ്ച് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ നോക്കി. പിന്നെ ഓരോ ഡൗട്ട് ഉള്ളതൊക്കെ കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നി. ആ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നമുക്ക് എന്താണ് അതിൽ അവർ കൺവേ ചെയ്യാൻ നോക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണ്ടേ, അങ്ങനെയൊക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദി ടീം. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ടാവും. ഇനിയും വേറെ എക്സാംസ് ഒക്കെ എഴുതാനൊക്കെ ഇതെന്തായാലും ഒരു ബേസ് ആണ്. കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അതിനൊരു ബേസ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. താങ്ക് ഈ യു അനഘ പി രമേശ് ആദ്യം നമുക്ക് ഋതിക് സാറേ, അനഘ പി രമേശ് ആദ്യം നമുക്ക് ക്ലാസ് എടുത്ത ആളല്ലേ? 2-3 ക്ലാസ് അതെ, അതെ. എടുത്തില്ലായിരുന്നു അല്ലേ? അതെ സർ, അതെ സ്റ്റുഡൻസ് അതെ, ഞാൻ തന്നെയാണ്. 4 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ആദ്യത്തെ ക്ലാസ് 4 കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യത്തെ ക്ലാസ് മീറ്റിംഗ് എടുത്തത് ആയിട്ട് വന്നതാണോ അനഘ അനഘ? പി രമേശാണ്. ഞാൻ എടുക്കാന്ന് വെരി പറഞ്ഞു ഗുഡ്. വന്ന ആളാ. അനഘ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. മുഴുവൻ പറയാത്തതാണ്, എനിക്കറിയാം പേഴ്സണൽ ആയിട്ട്. എന്തായാലും അനഘ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അറിയില്ല ഹീമറ്റോളജി അല്ലേ സാർ, എടുത്തത്? എനിക്ക് അറിയില്ല. ഞാൻ ഇനിയിപ്പോ നെഗറ്റീവ്സ് എത്ര അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വൈശാഖ് അറിയില്ല. സാർ ഉണ്ടോ? കുറച്ചൊക്കെ ജസ്റ്റ് കറക്കി കുത്തി അടിച്ചിട്ടുണ്ട്. ട്രാവലിലാണ്. സാർ ഞാൻ ഉണ്ട്. കേൾക്കാവോ? കേൾക്കാമോ? ആ, ഓക്കെ. ആ, കേൾക്കാം, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്. യെസ്, ആ സാർ. അപ്പോ പറഞ്ഞോളൂ. യാത്രയിലാണോ വൈശാഖ് മറ്റേ സാർ? എന്നാലും പറഞ്ഞോളൂ. ട്രെയിനിലാണ്. പറഞ്ഞോളൂ. ഞാൻ ട്രെയിനിലാണ്, കൊല്ലത്താറായി. അപ്പോ നമ്മള് ഇത്തരത്തില് നമ്മളൊരു DMA എക്സാം ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തോളം ഉള്ള ഒരു കാത്തിരിപ്പിനുള്ള അവസാനമാണ് വന്നിട്ടുള്ളത്. പല കോച്ചിങ് സെന്ററുകളിലും ഇവിടെ ആയാലും ശരി, അവരിങ്ങനെ 2 വർഷമായിട്ട് പഠിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ALS-ൽ 7-8 മാസമായിട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ 1.5 വർഷമായിട്ട് പഠിക്കുന്നവരുണ്ട്. അതായത് DMLT പഠിക്കുന്ന അത്രയും സമയം വരെ ഈ പറയുന്ന കോച്ചിങ് സെന്ററുകളിൽ ക്ലാസ് കേട്ടിരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇനി മുതൽ അവർക്കൊന്ന് റിലാക്സ് ആവാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കാലഘട്ടങ്ങളിൽ, അതായത് ഇടയ്ക്ക് 100% ക്വസ്റ്റ്യൻസ് MLT ക്വസ്റ്റ്യൻസ് ആക്കിയതിനു ശേഷം PSC ആവർത്തിച്ചു വരുന്ന ആ ഒരു പുതിയ കാലയളവിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അവർ മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. സോ യൂഷ്വലി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എളുപ്പമായാലും അടുത്ത ക്വസ്റ്റ്യൻ പാട്, അങ്ങനെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡും ഞങ്ങൾ തരുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് PSC മുന്നോട്ട് വന്ന
ഒരു ദിവസമാണിന്ന്. അതായത് ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇടും. നിങ്ങൾ അങ്ങനെ ട്രെൻഡും അനലിറ്റിക്സും കൂടി നടക്കണ്ട, എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ വരാം. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നേരത്തെ എല്ലാവരും പറയുന്ന പോലെ ആ ഒരു 15 ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ടഫ് എന്നും പറയാൻ പറ്റത്തില്ല. സമയം, അതായത് ഉദ്യോഗാർത്ഥികളുടെ സമയം അപഹരിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ആ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത, അതിനകത്ത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതല്ല അതിന്റെ ആൻസർ എന്നുള്ളത്. കാരണം അത്രയ്ക്കായിരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡയറക്റ്റ് ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ മൂന്നാമത്തെ ഓപ്ഷൻ, ഡയറക്റ്റ് ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റ് മാലിഗ്നൻസി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു എന്നൊരു ചോദ്യം. അതില്ല. ഡയറക്റ്റ് ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ഡോണർക്ക് മാലിഗ്നൻസി കണ്ടെത്താൻ ഒരിക്കലും യൂസ് ചെയ്തില്ല. ഇതിനു മുമ്പ് MSc MLT എക്സാമിന് ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ നിർത്താം. അപ്പൊ ആ ഒരു രീതിയിൽ ഒക്കെ എന്താ പറയാ, ഒരുപാട് ഓപ്ഷൻ തരിക, എന്നിട്ട് പക്ഷേ അതിനകത്തുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി. അതായത് ഒരു പുകമറ ഉണ്ടാക്കി കുട്ടികളൊന്ന് പേടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ആകെ ഒരു മോശം ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കഴിയുന്നത് ഒരു ബാർ ബോഡിയുടെ, അതെല്ലാവരും പറയുന്നത് ബാർ ബോഡിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 6ഓളം സ്റ്റേറ്റ്മെന്റുകളാണ് അതിലൊരു കുട്ടി വായിച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതില് 4 വെച്ചിട്ടുള്ള 3 ഓപ്ഷൻസിന് ആൻസർ ചെയ്യണം. അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാതിയോളം ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പേപ്പറിന്റെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അവസാനം എക്സാം എഴുതിയവരോട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇനി നമുക്ക് എക്സാം എഴുതാൻ അവസരമുള്ളവരോട് അവർ പറയേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മളൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മളെങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിപ്പോ MSc ലെവൽ എക്സാംസുകൾ നമ്മൾ എഴുതാനായിട്ട് അതിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവിടെ പാടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചിട്ട് നേരിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പോകും. മറ്റേത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമാണ്. നമുക്ക് അറിയാവുന്ന, നമ്മൾ എന്നും പറയുന്ന പോലെ ഇപ്പൊ സുഹാസിന്റെ തിയറി എക്സാം എഴുതാൻ പോയാലും അറിയാവുന്നത് എഴുതിയിട്ട് ബാക്കിയുള്ളത് അവസാനം എഴുതാനായിട്ട് പോയിക്കുക എന്ന് പറയുന്ന രീതിക്ക് പറയുന്നില്ല. അറിയാവുന്നത് എഴുതുക എന്നുള്ള രീതിക്കാണ് മുന്നോട്ട് പോയത്. അപ്പൊ എന്തായാലും ALSന്റെ ഒരു വലിയൊരു ക്ലാസിന്റെ എൻഡ് ആണ് ഇതിൽ വരേണ്ടത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ PSC എക്സാംസ് നമുക്ക് എഴുതി ഇപ്പോ ഒരു നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നില ആണോന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരിക്കും. അപ്പൊ ആ ഒരു നിലയിൽ എത്തിയുണ്ട്. ഇപ്പൊ ആരും എന്താ പറയാ, എല്ലാരും എന്നോട് എന്താ പറയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ലാതെ എനിക്ക് പഠിപ്പിച്ചു തരാനുള്ള ഒരു അവസരം കഴിഞ്ഞ ഏകദേശം കുറെ കാലമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാനിപ്പം BSc MLT ഡിപ്പാർട്ട്മെന്റിലൊക്കെ എല്ലാ പരിപാടിക്കും പോകും. പ്രതീക്ഷ സാർ ക്വിസ് നടത്താണെന്നുണ്ടെങ്കിൽ എന്തിനു അവിടെ ഞാൻ പോയിരിക്കും, എന്തെങ്കിലും പുതുതായിട്ട് കിട്ടുമെന്ന് അറിയാനായിട്ട്. അപ്പോ അതുപോലെ ഇരുന്ന ഒരു സമയത്താണ് ഇപ്പൊ ALS വന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ സെമിനാറുകൾ നടക്കുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ മാത്സ് ക്ലാസ് സാറാണ് എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അപ്പോ സാറിന് ഓർമ്മയിട്ടൊന്നും അറിയില്ല, പ്രദീപ് സാറിന്റെ നേരിട്ട് പങ്കെടുക്കാൻ, അതായത് എനിക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ സാറിന് വിചാരിക്കുന്ന അതായത് ഒരു ഇരട്ട പേരൊക്കെ സ്വീകരിച്ച് സൂരജ് എന്ന് പറഞ്ഞൊരു പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ ഒരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള അവസരം എല്ലാവരും ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ. എന്റെ പ്രശ്നം ഇതാണ്, എല്ലാവരും ചോദ്യം ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ സംശയങ്ങൾ തീർത്തരാൻ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ അതൊന്ന് മാറിക്കിട്ടിയത് ഇപ്പൊ ALS വന്നതോടുകൂടിയാണ്. അപ്പൊ അതിലും എന്താ പറയാ, എനിക്കൊരു നന്ദി ALSനോട് പ്രത്യേകിച്ച് പറയാനുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് MCQs ഈ കമ്മ്യൂണിറ്റികൾ ഒരുപാട് പ്രശ്നം ഇപ്പൊ നേരിടുന്നുണ്ട്. ഇടയ്ക്കൊരു പ്രശ്നം വന്നായിരുന്നെങ്കിൽ എല്ലാം അറിഞ്ഞാണ്. അതിപ്പോ ഏകദേശം ഒതുങ്ങി നിൽപ്പുണ്ട്. ഇനി അതുപോലെ വലിയ പ്രശ്നങ്ങൾ വരുമായിരിക്കും. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാനുണ്ട്. ഒരു ലബോറട്ടറി പ്രൊഫഷൻ എന്ന് പറയുന്ന സിസ്റ്റം കേരളത്തിൽ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരാനുണ്ട്. ഇപ്പൊ പല പോസ്റ്റുകളായാലും അതിലെല്ലാം നമ്മളുടെ ഒരു സാന്നിധ്യം വരേണ്ടതായിട്ടുണ്ട്. ഒരിടത്തും ഒരുപാടിടത്ത് നമുക്കിനി വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പോകാൻ കഴിയും. കാരണം അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ സക്സസ് ചെയ്ത ആൾക്കാരുടെ, സക്സീഡ് ചെയ്ത ആൾക്കാരുടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ അത് എങ്ങനെ ആയിരിക്കണം അടുത്ത ആൾക്ക് പോകാനെന്ന് പറഞ്ഞാൽ അപ്പൊ ഷെയർ ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇപ്പൊ ഒരു കോച്ചിങ് സെന്റർ നമ്മളൊരു പ്രിലിമിനറി ആരംഭമാണെന്നാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ
നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഓക്കെ, താങ്ക് യു സൂരജ്. ഞാൻ വിചാരിച്ചു ഈ പ്രദീപ് സാറിന്റെ ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്ന സൂരജ് ആരാണ്. നമ്മുടെ ജൂനിയർ സൂരജ് ഉണ്ടായിരുന്നു, RCCയിൽ ജോലി ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു സൂരജ് ഈ ലെവലിലേക്കൊക്കെ എത്തിയൊന്നു. അപ്പൊ അത് വൈശാഖ് സാറായിരുന്നു പറഞ്ഞതിൽ അതും വലിയ സന്തോഷം. പിന്നെ അതിന്റെ കൂടുതൽ കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, പിന്നെ നമ്മൾ അവസാനം ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് സാറ് വളരെയേറെ കഷ്ടപ്പെട്ട്, ഇന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയുള്ളൂ എന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്ക് സങ്കടം വന്നു. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയാണ് കഴിഞ്ഞ ഒരു ആഴ്ച ആൾ ഉറങ്ങിയിട്ടുണ്ടാവുക. അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിരുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 8 ഓപ്ഷനൊക്കെ ആളിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വോയിസ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റ് ഇടുകയും ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ 5 6 കാണും, അത് കണ്ട് ഞെട്ടണ്ട, അത് വായിക്കാനുള്ളതാണെന്നുള്ളത്. അപ്പൊ നമ്മൾ നടത്തിയ പല മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 10 ഓപ്ഷനൊക്കെ കൊടുത്ത മോക്ക് ടെസ്റ്റ് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും സത്യത്തിൽ അതൊരു റിവിഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു ബാക്ടീരിയനെ പറ്റിയുള്ള റിവിഷൻ ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ കുറെ ഫാക്ടുകൾ വീണ്ടും ഒന്ന് എന്താ പറയാ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തഡോളജി ആയിരുന്നു. അപ്പൊ അത്രയും വായിച്ച ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ സമയം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അത് ആകസ്മികമായി സംഭവിച്ചതാണ്. എന്തായാലും അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇനി ഒരു സ്റ്റുഡന്റ് പറഞ്ഞ ശേഷം നമ്മുടെ ഫീമെയിൽ മിസ്സുമാർ ആരെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. ആരാണൊക്കെ ഉള്ളത് ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ, ആരാണ് ഒരു കുട്ടി ഒരു ഒന്ന് റിവ്യൂ ചെയ്യൂ. ആരെങ്കിലും ആരാ ഉള്ളത്? ആരെങ്കിലും. അപ്പൊ ആരും മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടെന്നാണ് കേട്ടോ കേരളത്തിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ. ഈവൻ ദ കട്ട് ഓഫ് മേ ബി 47 +or-4 എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതായത് 43 to 51 റേഞ്ച് ഒക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെയും വരെയൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് കട്ട് ഓഫ് ഇങ്ങനെ, ഓരോ മണിക്കൂർ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് കട്ട് ഓഫ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ബി ഹാപ്പി. സംസാരിക്കാൻ പോകുന്ന ഒരു കുട്ടി കഴിഞ്ഞ് ഭാസ്കരൻ സാർ, നമ്മുടെ സീനിയർ മോസ്റ്റ് സാറാണ്. സാറുണ്ട്, ഞാൻ സാറിനെ വിളിക്കും. ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിസ് കഴിഞ്ഞ ശേഷം സാറാണ്. ഓക്കെ, ആരാണ് സംസാരിക്കുന്ന സ്റ്റുഡന്റ് ആരാണ്? നമുക്ക് ഒരു 15 മിനിറ്റ് കൂടെ എടുക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഒരു 15 മിനിറ്റ്സ്. ആരാണുള്ളത്? പറയൂ, ആരാ തുടങ്ങിയല്ലോ? ആര്യ പി ശശിധരൻ. ഓ ഡിയർ, പറയൂ. സാർ, എന്നെ സംബന്ധിച്ച് സമയം വളരെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു ലാസ്റ്റ് ഒരു 60 ക്വസ്റ്റ്യനൊക്കെ ആയപ്പോഴത്തേന് പിന്നെ എനിക്കൊരു ഹാഫ് അവറേ ഉള്ളായിരുന്നു എക്സാം എഴുതാൻ. അപ്പോഴത്തേനും ശരിക്കും ടെൻഷൻ ആയിപ്പോയി. പിന്നെ ആ ഒരു ഹാഫ് അവറിലാണ് ഒരു 63 തൊട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു 3 എനിക്ക് അറിയാവുന്നത് ബബിൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരു OMR മേടിച്ചോണ്ട് പോയി. കരഞ്ഞുകൊണ്ടാണ് ഞാൻ കളിയിൽ നിന്നൊക്കെ ഇറങ്ങിയത്. പിന്നെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 70 കൂടുതൽ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടില്ലേ? ഞാനൊരു 79 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാർ, അവസാനത്തെ ആ ഒരു അരമണിക്കൂറിൽ എനിക്ക് ടെൻഷനായിട്ട് അറിയാവുന്നത് പോലും ഞാനൊരു കാര്യം പറയട്ടെ, 79 ഒരു 75 മാർക്ക് കിട്ടുമെങ്കിൽ ആദ്യത്തെ ഒരു 25 റാങ്കിൽ വരും. മതിയോ? ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതില്ല. ആര്യെന്ന് രാവിലെ മുതലേ ടെൻഷനിലാണ്. 79 മാർക്കില് ആര്യക്ക് ഒരു 75, 70-നും 75-നും അടുക്ക് മാർക്ക് കിട്ടില്ലെങ്കിൽ ആദ്യത്തെ 50 റാങ്കിൽ എന്തായാലും ഉറപ്പാ. അതുപോലെ ഇനി അത് പോട്ടെ, ഇനി ALS-നെ പറ്റി പറ. ALS ഞാൻ വരുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ നമുക്കിത് പഠിക്കേണ്ട എങ്ങനെയാണെന്നൊരു സ്ട്രക്ചർ ഇല്ലായിരുന്നു. പിന്നെ എവിടെ തുടങ്ങണം, ഞാൻ എപ്പോൾ തന്നെ നമ്മൾ എക്സാമിന് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ കുറച്ച് സിലബസ് എടുക്കും, വായിക്കും, കുറച്ച് പഠിക്കും. പക്ഷേ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എക്സാം ഇങ്ങനെ സിലബസ് കവർ ചെയ്ത് അത് റിവിഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ മാരത്തോണിൽ പങ്കെടുത്തു. ഞാൻ ഒരു വിരലിൽ എണ്ണാവുന്ന ക്ലാസ്സുകളെ ഞാൻ മിസ്സാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്തു, കയറി, മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ. എന്നിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. ലാസ്റ്റ് അവരിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ടെൻഷൻ ആയിപ്പോയി. പിന്നെ ALS-ന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും
നന്നായിട്ടൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്രാപ്തിയാക്കിയതിന് ഒരുപാട് താങ്ക്സ്. ഇനി ALSന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ട് കൂടെ തന്നെ കാണും. താങ്ക് യു താങ്ക് താങ്ക് യു യു സോ താങ്ക് യു. മച്ച്. മിസ്സുമാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ആരൊക്കെ കണ്ടിരുന്നല്ലോ? ഡോക്ടർ നിത്യ, ഡോക്ടർ ദീപ, അഫ്ഷാൻ, ജസ്ന, രേഷ്മ, പിന്നെ ഫാത്തിമ മിസ്, പിന്നെ നമ്മുടെ ആരാ മിസ് ചെയ്ത് ആരാ മിസ്സായത്? ആതിര മിസ്, ഐശ്വര്യ മിസ്, രണ്ട് ഐശ്വര്യമാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങാവുന്നതാണ്. നമുക്ക് ഈ നാട്ടിലെ 9:30 നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ജസ്റ്റ് ഒന്നൊരു ചോദ്യോത്തരം പറഞ്ഞു പോകണം. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് വീതം. ഗുഡ് ഈവനിങ് ജസ്ന മിസ്. താങ്ക് യു. സാർ, ഞാനിപ്പോ പിള്ളേര് പറഞ്ഞപ്പോഴേ കുട്ടികളെ കുറെ പേര് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇതേ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു IFSന്റെ എക്സാം എഴുതിയ സമയത്ത്. ഇപ്പൊ കുറച്ച് മുമ്പ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ എക്സാം എഴുതിയ സമയത്ത് അത് ഫസ്റ്റ് ടു ലാസ്റ്റ് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനാ. അപ്പൊ ആ എക്സാം കഴിഞ്ഞപ്പോൾ ഇവര് ഫേസ് ചെയ്യുന്ന അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായത്. ടെൻഷൻ ആയിരുന്നു, കുറെ നെഗറ്റീവ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മാർക്കിൽ വേരിയേഷന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്ത്. അപ്പൊ ഈ വിഷമിച്ചിരിക്കുന്നവരോട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറെ പേര് ഇപ്പോ ഇതിന്റെ അഭിപ്രായം പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞത് നെഗറ്റീവ് സ്കോർ ചെയ്തു, കൺഫ്യൂസിങ് ആയിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈസി ആവുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആവേണ്ടത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് മാർക്ക് കിട്ടി എന്ന് വിചാരിച്ച് എല്ലാ സ്റ്റേറ്റ്മെന്റ് ആണ്, ടൈം കിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ആ സിറ്റുവേഷൻ സെയിം തന്നെ എന്റെ കാര്യത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിസൾട്ട് കണ്ടപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് നെഗറ്റീവ് കിട്ടി അങ്ങനെ വിചാരിച്ച് ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇത് കോമൺ ആയിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്, കോമൺ ആയിട്ട് എല്ലാവർക്കും സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിച്ചതും. അപ്പൊ നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ. അപ്പൊ നിങ്ങൾ കറക്റ്റ് മീൻസ് മിക്കവാറും പേര് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ വിഷമിച്ചിരിക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. പിന്നെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മളെ എല്ലാവരും, എല്ലാ ഫാക്കൽറ്റീസും പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് ആൾക്കാരൊക്കെ അത്രയും മീൻസ് എല്ലാ ഊണിലും ഉറക്കത്തിലും ALS എന്ന് പറഞ്ഞ പോലെ അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിങ്ങൾ നല്ലൊരു സെന്ററിൽ എത്തി, നല്ല രീതിയിൽ നിങ്ങൾ പോളിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് റിസൾട്ടിൽ നിങ്ങൾ കാണിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ടെൻസ്ഡ് ആവാണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് സംസാരിക്കുന്നത്? അഖില ആരെങ്കിലും ഉണ്ടോ? ആയിരുന്നു സംസാരിക്കൂ. ശ്രീദേവി, ബിനി, നയന, അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. സ്ഥിരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാളും കൂടെ സംസാരിച്ചിട്ട് ഭാസ്കരൻ സാർ ഒരു മിനിറ്റ് സംസാരിക്കും. നമുക്കൊരു 9 മിനിറ്റും കൂടെ ഉള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന് മുമ്പ്. അനഘ ഉണ്ടോ? അനഘ, വേറെ അനഘ ഉണ്ടല്ലോ. എപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾ. ഈ സംശയം ചോദിക്കുന്നവരൊക്കെ പിടിക്കാന്ന് വിചാരിച്ചു. നമ്മളെ കുറെ ഉറക്കം കളഞ്ഞവരാണ്. ആരും സംസാരിക്കുന്നില്ലേ? ആർക്കും സംസാരിക്കാം കേട്ടോ, ഞാൻ വെറുതെ പേര് വിളിച്ചു. നിങ്ങൾക്ക് തോന്നുക ഞങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു വാക്ക് പറയണമെന്നോ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ പ്ലീസ്. ഹലോ സാർ. വെരി ഗുഡ്. ഹലോ അൻമറിയ, വെരി ഗുഡ്. സാർ, അൻവരിയായിരുന്നേ. എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ ജനുവരിയിലാണ് ALSൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ടൈം തൊട്ട് ഈ ഒരു എക്സാമിന്റെ സമയം വരെ അത്യാവശ്യം നല്ല രീതിയിലാണ് എനിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. കുറെ ഡൗട്ട്സ് ക്ലിയർ ആയി. ആദ്യം ഞാനിത് എന്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ് PSC. അപ്പൊ ഇത് എങ്ങനെയാ എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒറ്റയ്ക്ക് പഠിക്കാൻ നോക്കിയപ്പോ എവിടുന്നാ തുടങ്ങണ്ടേ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഇതില് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ A to Z കാര്യങ്ങളെല്ലാം കിട്ടി. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലപോലെ ക്ലിയർ ആയി. എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. താങ്ക് യു എല്ലാവർക്കും, ടീച്ചേഴ്സിനും സാറിനൊക്കെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. താങ്ക് യു. ഭാസ്കരൻ സാർ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കും. ഭാസ്കരൻ സാറ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ.
എല്ലാവർക്കും നമസ്കാരം. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ആദ്യമായിട്ട് ഈ നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഉപകാരമായിരുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ മുൻ എക്സ്പീരിയൻസ് ഒന്നും ഇങ്ങനെ ഒരു ഫാക്കൽറ്റി തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികൾക്ക് അത് ഉപകാരപ്രദമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ കുട്ടികൾ ഈ പരീക്ഷ എഴുതി എത്ര മാർക്ക് കുറയുന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് 10-30 കൊല്ലം മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആയിട്ടും ലാബ് മാനേജറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പല അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി ഇതിൽ ചേർന്നതിന് ശേഷം എന്നത് വളരെ വലിയ കാര്യമാണ്. പിന്നെ തുടക്കത്തിൽ ഞാൻ വളരെ സജീവമായിരുന്നു. പിന്നെ ഞാൻ വേറെ കുറേ എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നുള്ളൂ. പക്ഷേ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പല അധ്യാപകരുമായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തും അപ്ഡേറ്റ് ചെയ്തത്. പിന്നെന്താ ലത്തീഫ്, ആരിഫ്, ഷാജി ഇവരെല്ലാം, അതുപോലെ ചന്ദ്രൻ സാർ, എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ആ മോട്ടിവേഷൻ വളരെ നല്ലതാണ്. എപ്പോഴും അത് കീപ്പപ്പ് ചെയ്യണം നമ്മൾ. വേറെന്താ? താങ്ക് യു സോ മച്ച്. ഇനിയും ALSന്റെ യാത്രയിൽ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മള് പിന്നെ വേറൊരു നമ്മളിനി പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി ലത്തീഫ്. നമ്മുടെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന കുട്ടികൾ പാസ്സായിട്ടുള്ളവരും മെഡിക്കൽ കോളേജ് നടത്തുന്ന കുട്ടികളും കൂടെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു ശ്രമം നടന്നു കേട്ടു. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഡിസ്കസ് ചെയ്യണം. അല്ല, അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. നമ്മൾ തീർച്ചയായിട്ടും അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു കോമൺ പ്ലാറ്റ്ഫോമില് അത് പ്രോപ്പർ ക്വാളിഫൈഡ് ആൾക്കാരായിരിക്കണം. ഇത് ജീവിതമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന എൻ്റെ അഭിപ്രായം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വിഷയത്തിൽ സംശയമില്ലാതെ എങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ പ്രതികരിക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇടപെടേണ്ടത്, എല്ലാവരുടെയും കൂടെ നമ്മൾ സജീവമായിട്ട് നിൽക്കുക. അത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് ഒരു കാര്യം തന്നെ അതിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ഒരു എക്സാം ആയതുകൊണ്ട് നമ്മളൊരു പ്രത്യേക സെഷൻ തന്നെ അതിന് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട ആരിഫ് കുറച്ചു നേരം സംസാരിക്കുന്നതാണ്. അദ്ദേഹമാണ് ഇതിന്റെ നട്ടെല്ല്. മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫാക്കൽറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ആരിഫ് സാറിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്കൊരു 4-5 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ശരിക്കും എനിക്കൊരു 5 മിനിറ്റ് കൂടെ സമയം വേണം. ഞാനൊരു സാധനം ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പോഴും ടൈപ്പ് ചെയ്യാം. വല്ലാത്ത പഹയെന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? അതാണ് സംഭവം. അപ്പൊ എന്നാ പിന്നെ ശരി, ഓക്കെ. വേറെ ആരാണ്? നിങ്ങൾ നോക്കൂ, ഇപ്പോഴും ആൾ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ചിലപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. സോ ബിഗ് സല്യൂട്ട് സാർ. നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? ഏതെങ്കിലും മിസ് ആരെങ്കിലും സംസാരിക്കുമോ? ഒരു മിസ് ആരാ ഉള്ളത്? ഡോക്ടർ നിത്യ, ഡോക്ടർ ദീപ, നിത്യ മിസ് ഉണ്ടോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് പേഴ്സണൽ വിളിക്കാം. ഡോക്ടർ നിത്യ, ഡോക്ടർ ദീപ, മിസ് ഉണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിങ്ങളുടെ ടെൻഷന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യനെ കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് വിശകലനം വൈശാഖ് സാർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ലത്തീഫ് സാർ പറഞ്ഞ മാതിരി ചലഞ്ച് ചെയ്യപ്പെടേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പൊതുവെ എല്ലാവർക്കും കുറച്ച് നിങ്ങൾ പറഞ്ഞ പോലുള്ള അഭിപ്രായം തന്നെയാണ് കേട്ടിടത്തോളം എല്ലാം വന്നിട്ടുള്ളതും. സോ കട്ട് ഓഫിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം ആവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതേ ഒരു എക്സ്പീരിയൻസ് സെയിം പറഞ്ഞ പോലെ ഞാൻ JRFന്റെ എക്സാമിന്റെ സമയത്ത് ഇതേപോലെ ഞങ്ങളുടെ ഹാളിൽ മാത്രം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇത്തിരി വൈകി, ഒരു 10-15 മിനിറ്റ് വൈകി. അപ്പൊ അങ്ങനെ പക്ഷെ എക്സാം കൺക്ലൂഡ് ചെയ്തത് സെയിം ടൈമിലും ആയിപ്പോയി. അപ്പോൾ ജസ്റ്റ് എല്ലാം ഓടിച്ച് ആൻസർ ചെയ്യാന്നല്ലാതെ തിരിച്ചൊന്ന് നോക്കാനുള്ള ടൈം അന്ന് കിട്ടിയില്ല. അപ്പൊ അന്ന് ഇതേപോലെ കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, വിഷമായിരുന്നു.
പോയിട്ട് കംപ്ലൈന്റ് കൊടുത്താലോ എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. ബിക്കോസ് നമുക്കൊരു 10-15 മിനിറ്റ് ഡിലേ വന്നത് കാരണം അത് എക്സ്ട്രാ നമുക്ക് വേണമായിരുന്നു എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചതായിരുന്നു. പിന്നെ അങ്ങനെ വിഷമിച്ചങ്ങ് ഇറങ്ങി പോയി എന്ന് മാത്രം. പക്ഷെ ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു അതെന്ന് പിന്നീടാ മനസ്സിലായത്. നെഗറ്റീവ്സ് വളരെയധികം കുറക്കാൻ സാധിച്ച ഒരു അവസരമായിരുന്നു അത്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതി തീർത്തിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നിങ്ങൾ പിന്നെ നമ്മൾ ടെൻഷൻ കൂടുക, വിഷമങ്ങൾ കൂടുക, നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഒരു എക്സാമിലേക്ക് കയറുമ്പോഴാണ് നമ്മളുടെ ടെൻഷനും ഒക്കെ കൂടുക. അപ്പൊ നിങ്ങൾ നന്നായി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണത്. നിങ്ങളുടെ ആ ഒരു ടെൻഷനും സ്കോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നൊക്കെയുള്ള വിഷമങ്ങളും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം ALS തന്നതിന് ALSന്റെ എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയാണ്. ബിക്കോസ് ഭാസ്കരൻ സാർ പറഞ്ഞ മാതിരി നമ്മളും കുറെ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു ഇതിൽ കൂടെ. ഓരോ ക്ലാസ്സിലും കയറണമെന്നും വിചാരിക്കും, പക്ഷെ സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം പലതിലും കയറാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കയറും പിന്നെ ഇറങ്ങാറാണ്. അപ്പൊ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവരാണല്ലോ. അപ്പൊ നമുക്കതിൽ സമയം കളയാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്. ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. താങ്ക് യു മിസ്. പിന്നെ കുറെ കാലം ഈ AKMLT അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി നടന്നിരുന്നു. ശ്രീദേവി PS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ BSc ഒക്കെ പഠിച്ച് കുറെ കാലം അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ഒക്കെ ചെയ്തിരുന്നു ശ്രീദേവി ഒരു മിനിറ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ കാണുന്നുണ്ട്, ശ്രീദേവിനെ കാണുന്നുണ്ട്, മിണ്ടാതിരുന്നിട്ട് കാര്യം. ഹലോ സർ. പറയൂ സർ, എക്സാം എനിക്ക് C കോഡാണ് സർ കിട്ടിയത്. അപ്പോ മൈക്രോ ആയിരുന്നു ആദ്യം. അപ്പോ മൈക്രോ ഫുള്ള് ഏകദേശം സ്കോർ ചെയ്ത് എങ്ങനെ ഞാൻ നല്ല റിലാക്സ് ചെയ്ത് വന്നപ്പോഴാണ് ആ ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോയത്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. എല്ലാവർക്കും അതായിരിക്കും സംഭവിച്ചതെന്ന് തോന്നുന്നു. ആകെ ക്വസ്റ്റ്യൻസ് കണ്ട് പാനിക് ആയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഏകദേശം ഒരു 70 എബോവ് സ്കോർ ചെയ്യേണ്ട 70 to 80 നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ലാസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളൂ. പിന്നെ ALSനെ സംബന്ധിച്ച് സാധാരണ ഞാൻ മുന്നേ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോഴത്തേക്കും ഒരു കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. സിലബസ് ഒന്നും ഞാൻ നേരെ അങ്ങ് നോക്കാറില്ല. ഇപ്പൊ നല്ല കറക്റ്റ് ഒരു എന്താണ് സിലബസ് എല്ലാം കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്തൊക്കെയാണ് പോയത്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര ഒരു ഇതെനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാനിപ്പോ AKMLTയും വിട്ട് എന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നാളിങ്ങനെ എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു. അപ്പോ ഇനി സർ ബാക്കി ഞാൻ പിന്നീട് പറയാം. കിട്ടും. എനിക്കറിയാം എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഗ്രേറ്റ്. ആരിഫ് സാർ സെറ്റായോ? നമുക്ക് തുടങ്ങാമല്ലോ അല്ലെ? അൻസാർ സാർ ഉണ്ടല്ലോ, കണ്ടല്ലോ. ഒരു മിനിറ്റ് ഒന്ന് പറയാമോ? ലാസ്റ്റ് വൺ അൻസാർ സാറേ. ഹലോ. ഒരു മിനിറ്റ്, ലാസ്റ്റ് 1 മിനിറ്റ്. ഗുഡ് ഈവനിങ് ഓൾ. എക്സാമിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം പൊതുവെ ഒരു ജനറൽ ആദ്യം ഒരുപാട് പേര് വിഷമിക്കുന്ന കണ്ടു. ആസ് എ ടീച്ചർ നമുക്കൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ ജനറൽ ഒരു മെജോറിറ്റി ഒരു അബോവ് 70 to 80% കുട്ടികളും പറയുന്നത് ടഫാണെന്ന് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും. പിന്നെ അത്യാവശ്യം നല്ല വാക്കൻസീസ് ഒക്കെ വരാനുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ വാക്കൻസീസ് റിക്വയർമെന്റ് എല്ലാ വർഷത്തേക്കാളും കൂടുതൽ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളും മാസങ്ങളൊക്കെ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അറിയാം, നല്ല രീതിയിൽ തന്നെ എന്നും ഡെയിലി രാത്രി 7 മണി മുതൽ 10-12 മണി വരെ എന്നും ഡെയിലി ഒരുപാട് ബ്രേക്ക് കഴിഞ്ഞിട്ടൊക്കെ പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നോളജ് എന്തായാലും ഇപ്പൊ ഈ PSC എക്സാം കിട്ടില്ല എന്നുള്ളതല്ല, ഒരുപാട് അറിവ് നിങ്ങൾ എന്തായാലും നേടിയെടുക്കുന്നുണ്ടാവും. ജസ്റ്റ് ക്ലാസ്സിൽ വന്ന് കേട്ട് പോയ ആളുകൾക്ക് പോലും ഒരുപാട് നോളജ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് ബയോകെമിസ്ട്രിയും പത്തോളജിയും മൈക്രോബയോളജിയും ഒക്കെ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് ഇനിയും ഒരുപാട് എക്സാമുകൾ ഇനിയും വരാൻ
ഉണ്ടോ. PSC മാത്രമല്ല ഒരുപാട് ഓപ്ഷനുകൾ ഇനിയും ഉണ്ട്. അപ്പോൾ അടുത്ത വരുന്ന എക്സാമുകളൊക്കെ വെറുതെ എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. കാരണം സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളാണെങ്കിലൊക്കെ ശരി, എല്ലാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെയൊക്കെ ഒരു മോഡൽസ് കാര്യങ്ങളും എല്ലാം, കാരണം സിലബസ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറ്റൻഡ് വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും ജസ്റ്റ് ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. കാരണം ഇപ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടാവും, ആ ഫ്ലോ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. കാരണം ഈ പറയുന്ന എനിക്ക് പോലും ഇല്ലാത്തൊരു കാര്യം, നമ്മളൊരു എന്താ പറയുക, കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, എക്സാം വരുമ്പോൾ മാത്രമാണ് ബുക്ക് നോക്കുക. പക്ഷെ ആ ഒരു പ്രവണത പൊതുവെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ അത് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും A to Z കാര്യങ്ങൾ പഠിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബ്രേക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക്. അപ്പൊ ഇനി ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുക. കൂടുതൽ പഠിക്കണമെന്നല്ല, ജസ്റ്റ് മറിച്ച് നോക്കി പോവുക. അപ്പോൾ തന്നെ ഒരു റിഫ്രഷിങ് കിട്ടും. അത് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നു. ആസ് ഒരു മൈക്രോബയോളജി ഫാക്കൽറ്റി, മൈക്രോബയോളജിയിൽ നിന്നുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ ഒരു ഏകദേശം ഫുൾ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ മൈക്രോബയോളജി എല്ലാവരും അത്യാവശ്യം സ്കോർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും. എനിവേ താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ ദിസ് ALS ടീം. കാരണം ALSന്റെ ഒരുപാട് പുതിയ ഫ്യൂച്ചർ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടാവും. എനിവേ താങ്ക് യു. Mic over to Mr. Arif. ഞാൻ എന്താ പറയുക, PDF ഒക്കെ റെഡിയാണ്. PDF അല്ല, PPT ആയിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ PPT ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒരു PDF ഫോർമാറ്റിൽ ആക്കിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes. അപ്പോൾ ഇതില് എന്താ പറയാ, ഇന്നത്തെ എക്സാം നമ്മൾ എല്ലാവരും അനലൈസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് സാധനങ്ങൾ ചോദിച്ചു. എന്നാൽ ഇൻഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആ സമയം ആണ് ഒരു കൺസ്ട്രെയിൻ. നമ്മളെപ്പോഴും കുറെ സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്ന് പറയൂലേ. പക്ഷെ അങ്ങനെ പൊളിക്കാൻ നമുക്ക് എക്സാമിന് സമയം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് എക്സാമിന്റെ പേപ്പർ അത് കഴിഞ്ഞതിന് ശേഷം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പലതും തോന്നും. അതായത് ഞാൻ അങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു പോയി, അങ്ങനെയൊക്കെ തോന്നും. അതെല്ലാവർക്കും, ഈ എക്സാം എഴുതിയ എല്ലാ ആൾക്കാർക്കും അത് തോന്നും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൺസേൺഡ് ആവണ്ട. പിന്നെ ഞാൻ ശരിക്കും ഇതിന്റെ മുന്നേ ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഡ്യൂറിങ് എക്സാം ടൈം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ ഈ ആൻസർ ഒക്കെ ഞാൻ എഴുതുമ്പം എന്നെ പോലെ തന്നെ ക്ലാസ്സിലെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പഠിച്ച കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടുമല്ലോ എന്നൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പൊ നമ്മൾ പാനിക് ആവുകയൊക്കെ ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. കാരണം നിങ്ങൾ ഓരോരുത്തരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഈ ക്വസ്റ്റ്യൻ ശരിക്കും എല്ലാവരും എഴുതും, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എഴുതാത്തത്, എനിക്ക് മാത്രം തെറ്റിയല്ലേ, എനിക്ക് മാത്രം മിസ്സായി, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും സാധാരണ ഒരു എക്സാം കഴിഞ്ഞാൽ തോന്നുന്ന ഫീലിംഗ് ആണ്. ഈ ഫീലിംഗ് ശരിക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ഇന്ന് നിങ്ങൾക്ക് എന്താണോ എക്സാമിനേഷൻ ഹാൾ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നന്നായേനെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്ന കുറെ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി എന്താ പറയാ, ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു അസറ്റ് ആണ്. അതിന് പകരം നിങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ വിടും ചെയ്യും. ഇത്രയും കാലം നിങ്ങൾ ഇത്ര സമയം എഫേർട്ട് ഒക്കെ എടുത്ത് പഠിച്ച സാധനം കംപ്ലീറ്റ് നിങ്ങൾ ഒരു പുഷ്പം പോലെ നിങ്ങൾ മറക്കും. അപ്പൊ അതിന് പകരം ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ 6 months ഡ്യൂറേഷൻ എടുത്തിട്ട് മോഡ്യൂൾ വൈസ് സെഷൻ എന്താ പറയാ, നമ്മളെ സിലബസ് വൈസ് നമ്മൾ ചെയ്ത സംഗതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഒരു എന്താ പറയുക 3 ടോപ്പിക് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം എന്ന് പറഞ്ഞാല്, നമ്മളെ ബ്രെയിനിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ്, ഒബ്സലീറ്റ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും റിഫ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ ഒരു പഠിച്ചതിന് ഒരു തവണ നമ്മൾ എഫേർട്ട് എടുത്തതല്ലേ, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി വേണം. അതായത് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പോയിട്ട് അതെല്ലാം അങ്ങ് അൺലോഡ് ചെയ്ത് ഇനി പിന്നെ അടുത്ത പരീക്ഷ വരട്ടെ എന്നുള്ള ചിന്താഗതി പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഫോർ പ്രിപ്പയറിംഗ് ഫോർ അതർ എക്സാംസ്. പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം. നിങ്ങൾ ആരൊക്കെയാണോ സിൻസിയർ ആയിട്ട് പഠിക്കാൻ നമ്മളെ കൂടെ നിന്നത് അവരെല്ലാവരും ഫീഡ്ബാക്ക് വേണം. കാര്യം വി ഹാവ് എ ലോട്ട് ഓഫ് ഏരിയാസ് ടു ഇംപ്രൂവ്. അപ്പോൾ അത് നിങ്ങളതും ഞങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ മനസ്സിലാക്കിയതും
ഒക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ സമ്മപ്പ് ചെയ്തിട്ട് വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ഇംപ്രൂവ്. ആൻഡ് ഓൾസോ വി നീഡ് യുവർ സപ്പോർട്ട് ഇൻ ദ സെൻസ് എന്താ പറയാ, ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാല് സാധാരണ ഇപ്പോ നമുക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം നമ്മളെ റിലേഷൻ. പക്ഷെ അങ്ങനത്തെ ഒരു ഫീല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടല്ല ALS ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയാണ്. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാല് നമ്മളെ കണ്ടന്റ് കുറച്ചും കൂടെ ചിലപ്പോൾ നമുക്ക് തന്നെ ഇന്ന് എക്സാം എഴുതുമ്പോൾ പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും, ചില കണ്ടന്റ് നമ്മൾ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് ഡീപ്പായിട്ട് പോകേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് നമ്മൾ കുറച്ചും കൂടെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഫോം ചെയ്യണം. അതായത് എന്റെ കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൺസെപ്റ്റ് ALSന്റെ കൺസെപ്റ്റ് ഒറ്റ സിംഗിൾ റെഫറൻസ് ബുക്ക്, ഇഫ് യു റിലൈ ഓൺ ദാറ്റ് സിംഗിൾ റെഫറൻസ് ബുക്ക് യു ക്യാൻ ഡു ഓൾ ദ എക്സാംസ്. എന്നാൽ ലോകത്ത് MLT മേഖലയിൽ എന്ത് എക്സാം ഉണ്ടോ ആ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ നമ്മളെ കോമ്പിറ്റന്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു റെഫറൻസ് മെറ്റീരിയൽ, അതാണ് നമ്മളെ ഒരു ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത റെഫറൻസ് മെറ്റീരിയൽ അതെന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ഒരു ലബോറട്ടറിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും അവര് ജീവിതത്തിൽ കാണുന്ന ഏത് സിറ്റുവേഷനും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് ഇൻ യൂറിൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൈൻഡിങ് ജസ്റ്റ് അത് കാണുമ്പോൾ നമ്മളെ ഒരു ഇമേജ് ഗാലറിയിൽ കയറിയിട്ട് ALSന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ഇമേജ് ഗാലറിയിൽ കയറിയിട്ട് അത് റിട്രീവ് ചെയ്യാനും അത് ഐഡന്റിഫൈ ചെയ്യാനും കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലാന് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ഫ്രം എന്താ പറയുക, നമ്മൾ ശരിക്കും ഇത് പറയില്ലേ എന്താ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലെ നമ്മളെ സൊസൈറ്റി ആരാണ്, നമ്മളെ സൊസൈറ്റി ലാബ് ടെക്നീഷ്യൻ സൊസൈറ്റിയാണ്. അപ്പം ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം പോലെ ഫുൾ ടൈം ആക്റ്റീവ് ആണ് നമ്മളെ പ്ലാറ്റ്ഫോം, എന്നും എപ്പോഴും ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എന്താണോ ഇൻപുട്ട് ആ ഇൻപുട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും, നമ്മളിപ്പം എന്തായാലും 3 പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് ഞങ്ങൾ 3 ഡയറക്ടേഴ്സ് ഉണ്ട് എന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് എല്ലാവരും അവൈലബിൾ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സെൻസ്. വേറെ ശരിക്കും പറഞ്ഞാല് സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, PSC കോച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്ന ആൾക്കാർ വേറെ സ്ഥലത്ത് പോകൂല, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പഠിപ്പിക്കൂല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും. ബട്ട് എന്താ പറയുക, നമ്മൾ അങ്ങനത്തെ എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ടാണ് നമ്മളെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള നമുക്ക് ഫാക്കൽറ്റീസിനെ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഗ്രോത്ത് ലബോറട്ടറി മെഡിസിൻ, കേരള ലബോറട്ടറി മെഡിസിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് അത് ലോകത്ത് തന്നെ ഇപ്പൊ നമ്മൾ കേരള നമ്പർ 1 എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ലബോറട്ടറി മെഡിസിൻ നമ്പർ 1 ആണെന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അത്ര പെട്ടെന്നല്ല പറഞ്ഞു, വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട്, പക്ഷെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻഡ് സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം എന്താ, നമുക്ക് ഏറ്റവും നല്ല ഗൈഡൻസ് ഉള്ള ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനിയും ആൾക്കാരെ കിട്ടും ചെയ്യും. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൻ ഡോക്ടർ ചന്ദ്രൻ സാറാണെങ്കിലും പ്രദീപ് സാറാണെങ്കിലും, ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ എന്താ പറയാ നമ്മളെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഭാസ്കരൻ സാറ്, അങ്ങനത്തെ കുറെ ആൾക്കാരെ നമുക്ക് നമ്മളെ ഫാക്കൽറ്റിയിലേക്കും പിന്നെ നമ്മളെ ഈ മെന്റർഷിപ്പിലേക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുതിയ ജനറേഷനിലും കുറെ നല്ല കുട്ടികളുണ്ട്. അപ്പം നമ്മളെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, എന്ന് പറഞ്ഞാല് നമ്മളെ പ്ലാറ്റ്ഫോം എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം. പിന്നെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് രീതിയിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ അടുത്തൊന്ന് അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറെ സജഷൻസ് ഉണ്ടാവും, അതെല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗൂഗിൾ ഫോം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ എന്തായാലും മാക്സിമം ആൾക്കാർ അതിന് റെസ്പോണ്ട് ചെയ്യണം. അതിൽ ഓരോ വാക്കുകളും ഞങ്ങൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും പ്ലാൻ ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്ലാറ്റ്ഫോം എല്ലാവരും പ്ലാറ്റ്ഫോമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് PSC കോച്ചിങ് എന്നുള്ളത് വളരെ പെട്ടെന്ന് ആയി പോയതാണ്, എന്നിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നാലും ഇതിലേറെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. നോക്കാം. നെക്സ്റ്റ് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക്, ആത്മാർത്ഥമായിട്ടുള്ള ഫീഡ്ബാക്ക്, കുറ്റവും കുറവും ഒക്കെ പറയണം. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞാൽ സന്തോഷമാണ്, നല്ലൊരു സമാധാനം ഉണ്ടാവും. പക്ഷെ കുറ്റവും കുറവും കൂടെ പറയുമ്പോഴാണ് അതെന്താവുള്ളൂ, നമുക്ക് പറയില്ല നമ്മള് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കുകയുള്ളൂ. എത്രയാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നും ഞാൻ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല, നോട്ടൊന്നും നോക്കാതെ പറയണം. അതുകൊണ്ട് ഇഫ് ഐ മിസ് സംതിങ് വി വിൽ കൺവേ ഇൻ അവർ ഗ്രൂപ്പ്സ്. അവർ ഗ്രൂപ്പ് വിൽ ബി ആക്റ്റീവ്. ആൻഡ് ഓൾസോ ഈ ALSൽ DME കോഴ്സിന് ചേർന്ന ആൾക്കാരെ എന്താ പറയുക മെറ്റീരിയൽസിനുള്ള ആക്സസ്
ജൂലൈ 31 വരെ ഉണ്ടാവും. ജൂലൈ 31 ആണ് നമ്മൾ കട്ട് ഓഫ് വെച്ചത്. അപ്പം ഈ പഠിക്കുക എന്നുള്ള പ്രോസസ്സ് നിർത്തണ്ട. കാരണം ഇന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് ഞാൻ ഈ പഠിക്കേണ്ടിയിരുന്നതെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ആ സാധനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഈ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ആക്സസ് ചെയ്തിട്ട് എഴുതി വെക്കുക. വീണ്ടും ഒരു മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ എക്സാമിന്റെ നോട്ട് ഉണ്ടാവും. എക്സാമിന് വേണ്ടി ഞാൻ എഴുതിയ നോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്കിലാണ് പിന്നെ ഞാൻ പുതിയതായിട്ട് വല്ലതും പഠിക്കണമെങ്കിലൊക്കെ ആഡ് ചെയ്യുക. അതായത് എൻ്റെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ, അല്ലെങ്കിൽ ഞാൻ നോട്ട്ബുക്കല്ല യൂസ് ചെയ്യുക, ഞാൻ A4 ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുക. A4 ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇതായിരുന്നു, യൂസ് പ്രിന്റ് തന്നിട്ടുള്ള സാധനം നാട്ടിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഡേറ്റ് ഉണ്ടാവും 11/4/2011, 11/4/2011 ഞാൻ എഴുതിയ നോട്ട് അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പം നാട്ടിലല്ല ജീവിക്കുന്നത്, ഞാൻ അബുദാബി UAE ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രസ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല കൊണ്ടുവന്നത്, എൻ്റെ നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ മെച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഇടയ്ക്ക് ഒരു ദിവസം ഒരു എക്സാം എഴുതണമെന്ന്. അപ്പോൾ ആ എക്സാം എഴുതണം തോന്നുമ്പോൾ വൈഫും MLT തന്നെ പഠിച്ചത്. അപ്പോൾ അവള് പറയും നമുക്ക് റെഫറൻസിന് എന്താ ബുക്ക് ഉള്ളതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു റെഫറൻസിന് ബുക്ക് ഒന്നും വേണ്ട, നോട്ട് അത് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്തു. പിന്നെ അഡീഷണൽ റീഡിങ്സ് വല്ലതും കിട്ടി അതൊക്കെ നോട്ടിൽ എഴുതും. ഈ നോട്ടിൽ എഴുതി ആ നോട്ട് അവസാനം ഞാൻ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോട്ട് പിന്നി കീറാൻ തുടങ്ങി. കാര്യം കുറച്ച് പഴക്കമുണ്ടല്ലോ, 14 വർഷമല്ലേ. അപ്പൊ അതുപോലെ എഴുതുന്ന കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു കുട്ടി ഫോട്ടോ അയച്ചത്, സാറ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ഇറ്റ് ഷുഡ് ബി ഫോർ എവർ. അതല്ലാതെ ഞാൻ ഇന്ന് പഠിച്ച സാധനം, ഗ്ലാസ് വെയറിന്റെ സാധനം ഞാൻ കാലാകാലം പഠിക്കരുത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൺസ്, എന്നിട്ട് പിന്നെ റിവൈസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. ഇത് എന്നും പിടിച്ചിട്ട് പിന്നെ നോട്ട് ചെയ്തുണ്ടാക്കുന്ന പരിപാടി ഉണ്ടാവരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 31 വരെ, ജൂലൈ 31 വരെ DME കുട്ടികൾക്ക് ആക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളും നോട്ടുകളൊക്കെ എഴുതി വെക്കുക. ഏതിലാണ് നിങ്ങൾ ലാക്കിംഗ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നോട്ടുകളൊക്കെ എഴുതി വെക്കുക. പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ. ഇത് ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളെ കൂടെ എന്ത് വരും, ട്രെയിനിങ്ങിനൊക്കെ വേറെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരും. ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളെ കയ്യിൽ എന്ത് വേണം, കാര്യം നമുക്ക് തള്ളാൻ പറ്റില്ലല്ലോ. ടെക്നിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബ്ലഫ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ബി വെരി സ്പെസിഫിക്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് വേണം, നല്ല അടിപൊളി ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോട്ടുകൾ വേണം. അത് ജീവിതത്തിൽ കാലാകാലം കൊണ്ട് നടക്കും വേണം. ഓക്കെ, അതാണ് ഇതിന്റെ പ്രോസസ് ഓഫ് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ടിൽ യു ഡൈ. ഓക്കെ, ഇനി വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാർ കണ്ടിന്യൂ ചെയ്തോ. പറയാനുള്ളതെല്ലാം പറഞ്ഞു. വളരെ വളരെ കുറച്ച പറഞ്ഞെങ്കിലും വളരെ എന്താ പറയാ എന്താ പറയാ, വളരെ അല്ലേ, ഇത് കുറച്ച് മുമ്പ് കേൾക്കേണ്ടിയെന്ന് ചില കുട്ടികൾക്ക് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും. എനിവേ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നേരെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കയറാം. ഫൈനലി ലാസ്റ്റ് ഷാജി സാർ എനിക്ക് തോന്നുന്നു അബുദാബിയിൽ നിന്ന് ഷാർജയിൽ എത്തുമ്പോൾ ലാസ്റ്റ് ഫൈനൽ വോട്ട് ഓഫ് താങ്ക്സ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കയറാം. ആദ്യം നമ്മള് C വേർഷൻ അല്ല നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ C വേർഷനിൽ ആരാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഫാക്കൽറ്റി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒന്ന് ഇത് ഷെയർ ചെയ്തോളൂ. നമുക്ക് PDF ഒന്ന് ഷെയർ ചെയ്തോളൂ. PDF ഓർ വാട്ട് എവർ അവൈലബിൾ.